നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നൊരു വാർത്ത, അത് ലോകമെമ്പാടുമുള്ള പല ഭാഗങ്ങളിലും പലതരത്തിലും ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെടുന്ന ദുരന്തങ്ങളടക്കമുള്ളവയാണ്. ജപ്പാനിലടക്കം വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ, ജീവനടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുന്നു. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലാക്രമണ സാധ്യതയുണ്ടായിരുന്നു. കള്ളക്കടൽ പ്രതിഭാസം കേരളത്തിലെ പല കടൽ തീരങ്ങളിലും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിലായി ലക്ഷദ്വീപിൽ ഒരു ഭൂചലനം അനുഭവപ്പെട്ടു. തുടർന്ന് കേരള തീരത്ത് പലയിടങ്ങളിലും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തുവരികയാണ്. ലക്ഷദ്വീപിൽ ഉൾക്കടലിൽ ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ഇന്ന് പുലർച്ചെയാണ് ഈ ഭൂചലനം ഉണ്ടായത്. പരിക്കോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. മിനിക്കോയ് ദ്വീപിൽ നിന്ന് 195 കിലോമീറ്ററിൽ അകലെ കടലിൽ 27 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ലക്ഷദ്വീപ് കടലിൽ 4.1 മുതൽ 5.3 വരെ തീവ്രതയിൽ ഭൂചലനം അനുഭവപ്പെട്ടു. രാത്രി 12:15 മുതൽ അരമണിക്കൂറോളം പ്രകമ്പനം നീണ്ടുനിന്നതായാണ് റിപ്പോർട്ട്. കവരത്തിക്ക് തെക്ക് 63 കിലോമീറ്റർ മാറിയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. അത്രോത്ത്, അഗതി, അമിനി, കടമം ദ്വീപുകളിൽ പ്രകമ്പനം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. തുടർചലനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. വടക്കൻ മലൂക്കു പ്രവിശ്യയിലെ ഹൽമഹേര ദ്വീപിൽ 0.948 GMT-ന് ഏകദേശം 35 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത് എന്ന അറിയിപ്പും വരുന്നുണ്ട്. എന്തായാലും നിരവധി ഇടങ്ങളിൽ ഭൂകമ്പം ഉണ്ടാകുന്നൊരു സാധ്യത അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഭൂചലനം ഉണ്ടാകുന്നു. ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. മറ്റൊരിടത്തും സമാനമായ രീതിയിൽ ഭൂചലനം ഉണ്ടാകുന്നു. ഈ മൊളൂക്ക കടലിടുക്കിലാണ് ഭൂചലനം ഇന്ന് ഉണ്ടായത്. മൊളൂക്ക കടലിടുക്കിൽ ഉണ്ടായ ഭൂചലനത്തിൽ സുനാമി ഭീഷണി അടക്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പസഫിക് സമുദ്ര തീരത്ത് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയുടെ ജിയോഫിക്സ് ഏജൻസി തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ള സമീപ പ്രദേശങ്ങളെ താമസക്കാരെ ഉപദേശിച്ചിട്ടും ഉണ്ട്. എന്തായാലും ഇവിടെ ലക്ഷദ്വീപിൽ തുടർചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലും റിപ്പോർട്ടുകളില്ല. പക്ഷേ ഇല്ല എന്നും ഉണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലാക്രമണങ്ങളും ഭൂചലനങ്ങളും തുടരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഭയാനകപ്പെടുത്തുന്ന വാസ്തവം.